അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ആഗസ്റ്റ് 15 അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ സ്വാതന്ത്ര്യ ആശംസകൾ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളൊരു അടപ്രഥമൻ പായസം ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ കമ്പനിയിലെ കുറേ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ചെറിയൊരു പായസം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അടപ്രഥമൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള തേങ്ങയാണ് ഏകദേശം ഒരു 10 തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5 ലിറ്റർ അടപ്രഥമൻ ഉണ്ടാക്കണം. അടപ്രഥമൻ ഇപ്പോൾ 1/2 കിലോ അട എടുത്തിരിക്കുന്നത്. 1/2 കിലോ അടയ്ക്ക് ഏകദേശം ഒരു 1.5 കിലോ ശർക്കര അതാണ് എടുത്തത്. അപ്പോൾ ആ ശർക്കര ആദ്യം ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുക്കാനായിട്ട് ചൂടാക്കുന്നുണ്ട്. ഇതിപ്പോൾ ശർക്കര നന്നായിട്ട് പതഞ്ഞ് ഉരുകി ഇതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് അരിച്ചെടുക്കണം. ഈ ശർക്കരയിൽ ഒരുപാട് കല്ലൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അത് അരിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അട എടുത്തിട്ട് വേവിക്കാൻ വയ്ക്കാം. ഇതിലേക്കാണ് ഇതിപ്പോൾ സൂരജിൻ്റെ അടയാണ്, മട്ട അരിയുടെ അട. ഇപ്പോൾ 1/2 കിലോ അട ഇതിനകത്തേക്ക് ഇടണം. അട ഇട്ടിട്ട് ശരിക്കും ഒന്ന് ഇളക്കുക. അട തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വയ്ക്കുക. അപ്പോൾ തേങ്ങയുടെ 1-ാം പാൽ എടുക്കാനുള്ള തേങ്ങ ഇടിക്കണതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി 1-ാം പാൽ എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 പാല് മൊത്തം എടുക്കുന്നത്, 2-ാം പാലും 3-ാം പാലും. ഓക്കെ. അപ്പോൾ തേങ്ങയുടെ 1-ാം പാൽ പിഴിയാൻ പോകണം. ഇപ്പോൾ ഈ 1-ാം പാലിനധികം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ 2-ാം പാലും 3-ാം പാലും പിഴിയാൻ നേരത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞാണ് 3-ാം പാലും 2-ാം പാലും എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു ഉരുളി വയ്ക്കുക. ഇതിനകത്തേക്ക് ആദ്യം കശുവണ്ടി വറക്കാനായിട്ടുള്ള നെയ്യാണ്. ഈ നെയ്യിലേക്ക് തന്നെ ശർക്കരപ്പാനിയാണ്. നമ്മൾ തൊട്ട് മുമ്പ് ഉരുക്കി അരിച്ച് വെച്ച ശർക്കര പാനിയാണ്. ഇത് നന്നായിട്ട് ശർക്കര നന്നായിട്ട് പതഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നൂൽപ്പരുവായി വരുമ്പോഴത്തേനനുസരിച്ച് അടയിടാം. അടയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം കൂടെ പറ്റാൻ മാത്രമേ നമ്മൾ ഈ അടയിലെ കംപ്ലീറ്റ് വെള്ളം
നമ്മളിട്ട് ശർക്കര നന്നായിട്ട് വറ്റി, അതായത് അടയിലുള്ള വെള്ളം കൂടെ കൂടി വറ്റി കുറുകി വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ മൂന്നാം പാൽ ഒഴിക്കണേലും. അപ്പോൾ ജസ്റ്റ് ഇത് അടി പിടിച്ച് തുടങ്ങും ജസ്റ്റ്. അപ്പോൾ തീ കുറയ്ക്കുക, മൂന്നാമത്തെ പാൽ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ വെള്ളം വറ്റിക്കുക, സെക്കൻഡ് പാൽ ഒഴിക്കുക. അപ്പോൾ നമ്മൾ മൂന്നാം പാൽ ഒഴിക്കാൻ. അപ്പോൾ ഇതിലേക്ക് പാലിറക്കുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ അതിന് പാൽ ഒഴിക്കാൻ പോകും. ഇനി ഇത് തിളച്ച് കഴിഞ്ഞിട്ടാണ് പാചകം ഒഴിക്കുക. ഇത് തിളച്ചുണ്ട് ബാക്കിത്തെ പാലാണ്. എന്റെ നേതൃത്വത്തിൽ നടക്കപ്പോൾ ഞാൻ പറയാം മുമ്പിന്റെ ഒപ്പം തള്ളും. എല്ലാവരും എന്റെ കയ്യെത്തോളം പണി കറക്റ്റായിട്ട് ചെയ്യണം. ഒന്ന് നടക്കി നല്ല അടിപൊളി ബിരിയാണി കഴിക്കും, ഹൈദരാബാദി ബിരിയാണി. ഞാൻ കഴിക്കണോ? അപ്പൊ രണ്ടാം പാലം ഒക്കെ ടൈം ആയിട്ട് രണ്ടാം പാലം ഒഴിക്കും. രണ്ടാം പാലം വെച്ചിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജീരകപ്പൊടി, ചുക്ക്, ഏലക്കായും പഞ്ചസാരയോടെ കൂടി പൊടിച്ചതാണ്. കൂടുതൽ അങ്ങ് തോന്നില്ല, വെറുതെ കാണിച്ചാൽ പകുതി പുറത്ത്. എവിടെ അനീഷ് മോഹൻ ടി സി ഉണ്ട്? ഒന്നാം പാലം ഒന്നാം പാലം വെച്ച് കഴിഞ്ഞു. സ്റ്റവ് ഓഫ് ചെയ്തു. അടി നിറക്കണ ലാസ്റ്റാകുമ്പോൾ കഷ്ടം പോകുന്നത്. ആ എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ. കൊള്ളാം, പൊളി സാധനം, സൂപ്പർ. കഴിയോ? കൊള്ളാം. ബി അട സൂപ്പർ. സെറ്റി. ഇത് വെള്ളം കൂടുതൽ. വെള്ളം 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 വേറെ വെള്ളം. ഞാൻ കുടിച്ചു പറയട്ടെ? പൊളി.